പല സ്കൂളുകളിലും അന്ധവിശ്വാസത്തിൽ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഈശ്വര പ്രാർത്ഥന നടത്തുന്നുണ്ട്. ആ ഈശ്വര പ്രാർത്ഥനകൾ അത് അങ്ങനെ വേണമെന്ന് സംബന്ധിച്ചിടത്തോളം പരിശോധിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഞാനത് ആദ്യമായിട്ട് പറയുക. കാരണം കുട്ടികളാകുമ്പോൾ ഹിന്ദു ഉണ്ടാവും, ക്രിസ്ത്യാനി ഉണ്ടാവും, മുസ്ലിം ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിഭാഗം ഉണ്ടാവും. പാടേണ്ട പാട്ടെന്ന് പറയുന്നത് എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന പാട്ടായിരിക്കണം. ഇത് ഏതെങ്കിലും ഒരു മതത്തിന് മാത്രം ഊന്നി നിന്നുകൊണ്ട് നടത്തുന്ന പാട്ട് വേറൊരു മതത്തിൽപ്പെട്ടവരെ കൊണ്ട് നിർബന്ധിച്ച് പാടിപ്പിക്കുന്നത് ശരിയാണോ? ജനഗണമന ഓക്കെ, നമുക്ക് പ്രശ്നമില്ല, നമ്മൾ അംഗീകരിക്കപ്പെട്ടത്. NSSൻ്റെ ഒരു ഗീതമുണ്ട്, അറിയാമല്ലോ, അതൊരു മതേതരത്വ ഗീതമാണ്, അത് അംഗീകരിക്കപ്പെട്ടു. അപ്പോൾ ഓരോ സ്കൂളിലും അവർ ട്യൂൺ ചെയ്ത് വെച്ചേക്കുന്ന പാട്ടുണ്ട്. അവിടെ ക്രിസ്ത്യൻ പാട്ടുണ്ട്. മുസ്ലിം നടത്തുന്ന സ്ഥലത്ത് അത് ആ രൂപത്തിലുള്ള ഒരു സംഗതി ഉണ്ടാവാം. ഹിന്ദുസിൻ്റെ ആകുമ്പോൾ അത് വേറൊരു രൂപത്തിലുണ്ടാവാം. അത് നമുക്ക് പിന്നെ അങ്ങനെ ഇഷ്ടമില്ലാത്ത ഒരു പാട്ടോ ഇഷ്ടമില്ലാത്ത ഒരു ചിന്തയോ അടിച്ചേൽപ്പിക്കാനുള്ള അധികാരം നമുക്ക് ആർക്കുമില്ല. ഇനി സെക്യുലർ ആയിട്ടുള്ളതായിരിക്കണം ഈ പ്രാർത്ഥനകൾ എന്നാണ് ഞാൻ കാണുന്നത്. കേരളത്തിലാകെ നമുക്ക് അങ്ങനെ ഒരു ഇത് പ്രശ്നം വെച്ചാൽ, ഈ കുട്ടികൾക്ക് 1ാം ക്ലാസ് ചേർന്ന കുട്ടി 1ാം ക്ലാസ് മുതൽ പഠിച്ച് അവൻ 10ാം ക്ലാസ്സിൽ വരുമ്പോൾ ഇതാണല്ലോ അവൻ്റെ മനസ്സിൽ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പോലും നമുക്ക് കുട്ടികളെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. കുട്ടികളുടെ സ്വതന്ത്രമായ ചിന്ത, അത്തരം കാര്യങ്ങൾക്ക് നമുക്ക് മുൻതൂക്കം കൊടുക്കേണ്ടതായിട്ടുണ്ട്.